ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശ്വാസമാണ് എൻ്റെ ലഹരി എന്നുള്ള ക്യാമ്പയിൻ്റെ തുടക്കമാണിന്ന്. ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ടു ബിഗിൻ our day, സിസ്റ്റർ മരിയനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ മരിയ. I come here today with great pleasure. Today, we are here to raise awareness for this campaign, Say No to Drugs. In today's generation, Satan comes in the form of drugs and alcohol. We need to overcome it by deep faith. അതോടൊപ്പം തന്നെ ഫാദർ ഡേവിസിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹമാണ് ഈ ആശയത്തിന് പിന്നിൽ. I don't know him personally, but hoping to meet him one day. He couldn't be here with us today due to other commitments, but നമുക്ക് അദ്ദേഹം ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. നമുക്കത് പ്ലേ ചെയ്ത് കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിള്ളാരെ. എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഇന്ന് സഫലീകരിക്കുന്നത്. ലഹരിയെ തകർക്കുക എന്ന സ്വപ്നം. അതിനായി നാം ഇന്ന് നമ്മുടെ ഇടവയെ തുടക്കം കുറിക്കുകയാണ്. ലഹരി എത്രത്തോളം വലിയ അപകടമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതൊരിക്കലും മനസ്സിലാക്കുകയില്ല. ഞാനൊരു കുട്ടിയുടെ കഥ പറയാം. ബാല്യത്തിൽ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ കഥ. അപ്പനും അമ്മയും അനിയത്തി അടങ്ങുന്നതായിരുന്നു അവൻ്റെ കുടുംബം. എന്നാൽ നരകമായിരുന്നു അവൻ്റെ വീട്. കാരണം അവൻ്റെ അപ്പൻ ഒരു മദ്യപാനിയായിരുന്നു, ഒപ്പം ലഹരി കടിമയും. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ള ആശാനെ. അതാ നീ ഒഴിക്കട ജീവിതം ആസ്വദിക്കാനുള്ള. സോറി ആശാനെ, ഐസ് ഉണ്ടോ? ഐസോ? ഐസ് ഞാൻ ഐസല്ല, ഐസക് ന്യൂട്ടൺ കൊണ്ട്. വെച്ചാലൊരു ഉപകാരമില്ല. എന്തുണ്ടാകണേ നിന്നെ എത്ര വയസ്സാ വിളിക്കണേ? നിന്നോട് ഞാൻ ഐസ് എടുത്തോണ്ടാ പറഞ്ഞ. ആ ഐസ് അപ്പനീ വീട്ടിൽ കാലുപിടിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ. എന്റെ കൊച്ചിന്റെ കാലടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം എന്നോടുണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് തീർക്കാമായിരുന്നു. എന്റെ കൊച്ചിന്റെ കാലടിച്ച് പൊട്ടിച്ചത് എന്തിനാ? ഓക്കേ ഓക്കേ, I'm coming. ഹോസ്പിറ്റലിൽ നിന്നാ വിളിച്ചത്. എന്റെ കുഞ്ഞിന് ഓപ്പറേഷൻ വേണമെന്ന്. അവന്റെ കാല് ഇനി തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയില്ല. ഞാൻ ടാക്സി വിളിച്ച് പോകാൻ പോവാ. ഇവിടുന്ന് ആരും ടാക്സി വിളിച്ച് പോണില്ല. ഞാൻ എന്റെ മോൻ എനിക്ക് കാണണം. നീ മോൾ വിളിച്ചേ, അതേ വണ്ടി കയറി ഞാൻ കൊണ്ടുപോകും നിങ്ങളെ. ഈ അവസ്ഥയിൽ നിങ്ങൾ വണ്ടി എടുക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം. വണ്ടി കയറി ഞാൻ കൊണ്ടുപോകും നിങ്ങളെ. മദ്യലഹരിയിൽ വാഹനമോടിച്ച ആ പിതാവിനെ കാത്തിരുന്നത് ഒരു വലിയ ദുരന്തമായിരുന്നു. അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും ആ കുടുംബം അങ്ങനെ ഇല്ലാതാകുകയും ചെയ്തു. കണ്ടില്ലേ, ലഹരി എന്ന മഹാവിപത്ത് നശിപ്പിച്ചത് അവനെ മാത്രമായിരുന്നില്ല, ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കി. ആരുമില്ലാതെ അവൻ തനിച്ചായി. നിങ്ങളിൽ ആരും ഇതുപോലെ തനിച്ചാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനാണ് നമ്മൾ ഈ സംഘടന രൂപീകരിച്ചത്. നമുക്ക് ഒരുമിച്ച് ഈ വിപത്തിനെ നമുക്ക് കീഴടക്കാം. ഏതായാലും എനിക്ക് കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം പിന്നീട് ഒരിക്കൽ. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. അപ്പം സേ നോ ടു ഡ്രഗ്സ്.
അച്ഛൻ്റെ കോൺസെപ്റ്റ് കൊള്ളാലോ. അതെ, ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര ആക്റ്റീവാ. അച്ഛൻ പറഞ്ഞ ആ സ്റ്റോറി ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ശരിക്കും ഈ ഇടവകയിൽ എത്ര യൂത്തിനെ അച്ഛനെ ഇൻസ്പയർഡ് ഉണ്ടെന്ന് അറിയോ? അച്ഛനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്നാ, ഞാൻ അച്ഛനോട് വിളിച്ചു പറയാം. സിസ്റ്റർ പോന്നാ മതി. താങ്ക് യു സിസ്റ്ററെ. ഇന്ന് വൈകുന്നേരം ചാപ്പലിൽ കാണാം. കാണാം. ആരാ? കയറി വാ. താങ്ക് എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ സിസ്റ്ററെ. യു അച്ഛാ. റോസ് സിസ്റ്റർ പറഞ്ഞിരുന്നു സിസ്റ്റർ വരുമെന്ന്. സിസ്റ്റർ വന്നപ്പോഴേക്ക് ഞങ്ങളുടെ പിള്ളേരുടെ വലിയ ഹീറോ ആയിട്ട് മാറി. ഹേ, അങ്ങനെയൊന്നുമില്ല അച്ഛാ. ഇന്നത്തെ പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു. അച്ഛൻ്റെ കൺസെപ്റ്റിലൂടെ കുറെ ഫാമിലീസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മോർ ഓവർ അച്ഛൻ പറഞ്ഞ കഥ അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. എല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരം. സിസ്റ്ററെ, ഹലോ, ആണോ? ഞാൻ അങ്ങോട്ട് ഇപ്പം വരാം കേട്ടോ. താങ്ക് യു, ബൈ. സിസ്റ്ററെ, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? പിന്നെന്നാ? സിസ്റ്റർ ഫ്രീ അല്ലേ? എന്നാ പിന്നെ സിസ്റ്റർ വണ്ടിയിലോട്ട് വെക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം കേട്ടോ. ഏതായാലും വന്നതല്ലേ, ഒരു മിഠായി കൂടെ. താങ്ക് യു അച്ഛാ. താങ്ക് യു. നമുക്ക് വണ്ടി വെച്ച് കാണാം കേട്ടോ. താങ്ക് യു. അച്ഛാ, അച്ഛാ, ഇത് അച്ഛന്റെ കഥയായിരുന്നോ? വാ സിസ്റ്ററെ, നമുക്ക് നടക്കാം. ഹലോ സിസ്റ്റർ. പപ്പ ഒന്നും കഴിക്കുന്നില്ല അച്ഛാ, ആകെ ഒരു വിഷമത്തില. അച്ഛനൊന്ന് നോക്കിക്കേ. പപ്പാ, ഇത് ആരാ വന്നിക്കണേന്ന് നോക്കിയേ. പപ്പാ, പപ്പാ, പപ്പ എന്നെ ഒന്നും കഴിക്കാത്തേ? ഞാൻ വേണേ വാരിത്തരാം കേട്ടോ. നോക്കിയപ്പാ, പാ പൊടിച്ചപ്പച്ച. കുറച്ചുകൂടപ്പാ, പാ പൊടിച്ചേ. കഴിക്കുന്നുണ്ട് കേട്ടോ പപ്പാ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ താഴോട്ട് പോട്ടെ കേട്ടോ. സിസ്റ്റർ എന്നോട് ചോദിച്ചില്ലേ ഇത് ആരുടെ കഥയായിരുന്നു? ഇതെന്റെ കഥയായിരുന്നു സിസ്റ്ററെ. അന്ന് ആ ആക്സിഡന്റില് അമ്മയും അനിയത്തി എനിക്ക് നഷ്ടമായെങ്കിലും അപ്പായെ എനിക്ക് ദൈവം തിരിച്ചു തന്നു. സിസ്റ്ററെ, ഈ കണ്ണീര് കണ്ടോ? എന്നോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ കണ്ണീർ, മനസ്താപത്തിന്റെ കണ്ണുനീർ. സിസ്റ്ററെ, സിസ്റ്റർ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ആരുമില്ലാതാകുന്നതിൻ്റെ ലഹരി എന്ന മഹാവിപത്ത് നശിപ്പിച്ചത് ഞങ്ങളുടെ ആ നല്ല കുടുംബത്തെയായിരുന്നു. ആരുമില്ലാതിരുന്ന എനിക്ക് ദൈവമുണ്ടായിരുന്നു. ഞാൻ ദൈവത്തെ ശക്തിപ്പെട്ടു. ലോകത്തിൽ സ്നേഹത്തോടെ സേവിക്കുവാൻ ഒരു വൈദികനായി അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തു. അമ്മയും അനിയത്തിയെയും ഒക്കെ എനിക്ക് നഷ്ടമായെങ്കിലും ദൈവം എനിക്ക് കുറേ അമ്മമാരെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ തന്നു. ഇതിൽ പല സന്തോഷം നമുക്ക് എന്ത് വേണം സിസ്റ്ററെ? സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല സിസ്റ്ററെ. പപ്പാ, എനിക്കൊരു കുർബാനയോടെ ചൊല്ലാനുണ്ട്. പിന്നെ കാണാം പപ്പാ. എന്നാ ശരി പപ്പ, പ്രാർത്ഥനയിൽ ഓർക്കാട്ടോ.
ബലിപീഠത്തിൽ നിന്നും കൂദാശകളിൽ നിന്നും നമ്മൾ അകന്നാൽ സാത്താന്റെ വലയിൽ വീഴും. ഇന്ന് സാത്താൻ വല വിരിച്ചിരിക്കുന്നത് ലഹരിയുടെ രൂപത്തിലാണ്. ലഹരിയെ നമുക്കില്ലാതാക്കാം. വിശ്വാസം, അതാണ് എൻ്റെ ലഹരി.